ദൈവം അല്ലെങ്കിൽ കർമ്മ ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നത് ഒരു തരത്തിൽ സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമാണ്. ഒരു നിയമങ്ങളുമില്ല, ആരും നിങ്ങളെ ചോദ്യം ചെയ്യില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മളൊക്കെ എന്തെല്ലാം ക്രൈം ചെയ്യും എന്ന് സ്വയം നമുക്ക് ചിന്തിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. കർമ്മ എന്നൊന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് നന്മ ചെയ്യുന്നതിന് അതൊരു മോട്ടീവാണ്. താൻ ചെയ്യുന്ന നന്മകൾക്ക് എന്നെങ്കിലും തനിക്ക് ആ കർമ്മ തിരിച്ചു കിട്ടും എന്നതാണല്ലോ കർമ്മ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന മനുഷ്യരുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. അതില്ല എന്ന് വന്നാൽ നന്മ ചെയ്യുന്നതിനുള്ള അദ്ദേഹത്തിന്റെ മോട്ടീവാണ് നഷ്ടപ്പെട്ടു പോവുക. ഇതുപോലെ തിരിച്ചും ചിന്തിക്കാം. ഒരു ക്രൂരത ചെയ്യാൻ നിൽക്കുന്ന ഒരാൾക്ക് എന്നെങ്കിലും ഇതേ കർമ്മ തനിക്കും തിരിച്ചു കിട്ടും എന്ന പേടി കൊണ്ട് അത് ചെയ്യാൻ ഒരു റെസിസ്റ്റൻസ്, ഒരു റിലക്റ്റൻസ് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ കർമ്മ എന്നൊന്നില്ല എന്ന് കാര്യകാരണ സഹിതം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുന്നതോടുകൂടി ആ തെറ്റ് ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ റിലക്റ്റൻസ് നഷ്ടപ്പെടുകയാണ്. അത്തരത്തിൽ ചിന്തിച്ചാൽ ഒരു സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ, ഇവിടെ അനാർക്കി സംഭവിക്കാതിരിക്കാൻ ദൈവമുണ്ട് എന്ന വിശ്വാസവും കർമ്മയുണ്ട് എന്നുള്ള വിശ്വാസവും ഒക്കെ ഒരു പരിധിവരെ സഹായിക്കുന്നുണ്ട്. പക്ഷേ ഇതിനെ അന്ധമായി വിശ്വസിക്കുന്ന പലർക്കും ദൈവത്തിന് വേണ്ടി കൊല്ലാൻ തുനിഞ്ഞിറങ്ങാൻ മടിയില്ലാതായി മാറും. ഇത്തരത്തിലൊരു ഡാർക്ക് സൈഡ് അതിനുള്ളത് കൊണ്ടാണ് ദൈവമില്ല എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിനും കർമ്മ ഇല്ല എന്ന് കാര്യകാരണ സഹിതം സമർത്ഥിക്കുന്നതിനും എത്തിയിസ്റ്റുകളെ പോലെ, സയന്റിഫിക് ടിമ്പർ ഉള്ളവരെ പോലെ ഉള്ള ആൾക്കാർ ഇറങ്ങിത്തിരിക്കുന്നത്. എന്നാൽ പൂർണ്ണമായ എത്തിയിസം സംഭവിച്ചാലും ലോകത്ത് അനാർക്കി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. ഒരു പരിധിവരെ ദൈവവിശ്വാസം നല്ലതാണ്. ജീവിക്കാനുള്ള ഒരു പ്രതീക്ഷയാകാം, അല്ലെങ്കിൽ നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലും സഹായിക്കാൻ ദൈവമുണ്ട് എന്നുള്ള വിശ്വാസം പലപ്പോഴും നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു പ്രതീക്ഷയായി മാറാം. കർമ്മ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നത് നന്മ ചെയ്യുന്നതിനുള്ളൊരു മോട്ടീവും തിന്മ ചെയ്യാതിരിക്കാൻ ഉള്ളൊരു തടസ്സവുമായി പ്രവർത്തിക്കുന്നുണ്ടാവാം. ഇതിനെയൊക്കെ തകർത്തെറിയുന്നത് കൊണ്ട് ആർക്കും ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല. മാനിഫെസ്റ്റേഷനിൽ ഇതിന്റെ റോൾ എന്താണെന്നല്ലേ? കർമ്മ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നോ ഇല്ലെന്നോ നിങ്ങൾ വിശ്വസിച്ചോളൂ. ദൈവമുണ്ടെന്നോ ഇല്ലെന്നോ നിങ്ങൾ വിശ്വസിച്ചോളൂ. കുട്ടിക്കാലം മുതൽ നിങ്ങൾ കേട്ട് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉറച്ചു പോയിരിക്കുന്ന വിശ്വാസങ്ങൾ എന്താണോ അത് തന്നെ തുടരുന്നതായിരിക്കും നല്ലത് മാനിഫെസ്റ്റേഷന്. കാരണം മാനിഫെസ്റ്റേഷൻ സംഭവിക്കുന്നത് കോൺഷ്യസ് മൈൻഡിൽ അല്ല, സബ് കോൺഷ്യസ് ആക്ടിവിറ്റികളാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ സാധിച്ചു തരുന്നത്. സബ് കോൺഷ്യസ് ആയി കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസിലുള്ള ബിലീഫ് സിസ്റ്റം എന്താണോ അത് ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. നിങ്ങളുടെ സബ് കോൺഷ്യസ് ബിലീഫ് സിസ്റ്റം കർമ്മ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നതാണെങ്കിൽ അതിനെ ഫോളോ ചെയ്യുന്നതായിരിക്കും മാനിഫെസ്റ്റേഷൻ സാധിക്കാൻ നല്ലത്. ഇതൊന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നിടത്ത് നിങ്ങളുടെ സബ് കോൺഷ്യസ് എഫേർട്ടുകൾ ഇല്ലാതായി പോകും. പിന്നെ നിങ്ങൾ കോൺഷ്യസ് എഫേർട്ടിലൂടെ മാത്രം കാര്യങ്ങൾ സാധിക്കേണ്ടി വരും. നിങ്ങൾ സൈക്കിൾ ചവിട്ടാൻ പഠിക്കുകയാണെന്ന് ഓർത്തു നോക്കുക. സൈക്കിൾ പഠിച്ച് തുടങ്ങുന്ന തുടക്കകാലത്ത് കോൺഷ്യസ് മൈൻഡ് ഉപയോഗിച്ച് വളരെ ശ്രദ്ധയോടെ ആയിരിക്കും നിങ്ങൾ സൈക്കിൾ ചവിട്ടുന്നത്. കൃത്യമായ എഫിഷ്യൻ്റായ പ്രവർത്തനം അവിടെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എഫിഷ്യൻ്റായി സൈക്കിൾ ചവിട്ടാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഒന്ന് ബെല്ലടിക്കണമെങ്കിൽ, ഒന്ന് കൈവിടണമെങ്കിൽ നിങ്ങൾക്ക് പേടിയാവും. വളരെ സൂക്ഷിച്ച് വളരെ ശ്രദ്ധയോടെ സൈക്കിൾ ഓടിക്കുകയും മിക്കവാറും അപകടത്തിൽ പോയി ചാടുകയും ചെയ്യുകയായിരിക്കും ആ സമയത്ത് ഉണ്ടാവുക. എന്നാൽ സൈക്കിൾ ഓടിക്കൽ ഒരു സബ് കോൺഷ്യസ് ആക്ടിവിറ്റിയായി മാറുന്നതോടുകൂടി സൈക്കിൾ ചവിട്ടുകയാണ് എന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ നിങ്ങൾക്ക് സൈക്കിൾ ചവിട്ടാൻ സാധിക്കും. സൈക്കിൾ ചവിട്ടുന്നത് വളരെ എഫിഷ്യൻ്റായി സംഭവിച്ചുകൊണ്ടിരിക്കുകയും അതിന്റെ കൂട്ടത്തിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾ പാട്ട് പാടുന്നുണ്ടാവും, നിങ്ങൾ കൈവിട്ട് സൈക്കിൾ ചവിട്ടുന്നുണ്ടാവും, ബെല്ലടിക്കുന്നുണ്ടാവും. ഇതെല്ലാം സബ് കോൺഷ്യസ്ലി സംഭവിക്കാൻ തുടങ്ങും. ഇതാണ് സബ് കോൺഷ്യസ് കോമ്പീറ്റൻസ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ സബ് കോൺഷ്യസ് എഫേർട്ടിലൂടെ മാത്രമേ മാനിഫെസ്റ്റേഷൻസ് സാധിക്കുകയുള്ളൂ. സബ് കോൺഷ്യസ് എഫേർട്ട് ഇഫക്റ്റീവായി നടത്തുന്നതിന് സബ് കോൺഷ്യസ് ബിലീഫ് സിസ്റ്റം പ്രോപ്പറായിരിക്കണം. സബ് കോൺഷ്യസ് ബിലീഫ് സിസ്റ്റങ്ങളെ കൃത്യമായി മോഡിഫൈ ചെയ്തുകൊണ്ട്, എന്നാൽ ഇപ്പോൾ ഉള്ള നിങ്ങളുടെ സബ് കോൺഷ്യസ് ബിലീഫ് സിസ്റ്റത്തിനെ അടപടലം ഉടച്ചു വാർക്കാതെ തന്നെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷനുകളിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാധിക്കും. ശാസ്ത്രീയമായി തന്നെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷനുകൾ സാധ്യമാക്കുന്നതിന് പരിത്രാണായ എന്ന ഈ യാത്രയിൽ കൂടെ ചേർന്നോളൂ.